പ്രത്യേകിച്ച് ഇവിടെ കൂടിയതായ കഴിവുള്ള ആളുകളോടൊക്കെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളുടെ മുതലിന്റെ സക്കാത്തുകൾ നിങ്ങൾ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. മുതലുണ്ടാക്കാൻ പഠിച്ച ഞങ്ങൾക്ക് പിന്നെ സക്കാത്ത് കൊടുക്കാൻ ഇനി വേറെ ആൾ പഠിപ്പിച്ചു തരണ്ടല്ലോ. അത് പിന്നെ ആരെങ്കിലും വന്ന് ഞങ്ങൾ വല്ല കമ്മിറ്റിയോ മറ്റോ വന്നിക്കാണ്ട് തന്നാളി എന്ന് പറഞ്ഞ് അതിന് അർഹതപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അർഹതപ്പെടാത്തടത്ത് കൊണ്ടുപോയിട്ട്. അപ്പൊ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് എന്താന്ന് ചോദിച്ചാല്, അത് അതിന് നൽകപ്പെടേണ്ടവർക്ക് നൽകപ്പെടണം. ഓരോ മുതലാളിമാരും അവരെ മുതലിന്റെ സക്കാത്തുകള് അവരെ നാട്ടിൽ തന്നെ അതിന് അർഹതയുള്ളവരുണ്ടാവും. അവർക്ക് ഇങ്ങനെ 100-50 കൊടുത്ത് ഒഴിവാക്കണ്ടല്ലോ. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യ ഉണ്ടെങ്കിലോ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ, എന്നിട്ട് അവര് അതുകൊണ്ടിട്ട് അവരെ പിന്നെ ദരിദ്രത്തിൽ നിന്ന് അവര് മോചിതരാവട്ടെ. ഇനിയിപ്പോ എന്താ കുഴപ്പം? അപ്പൊ അതുകൊണ്ടിട്ട് ഞാനിപ്പോ അതിന്റെ വിശദമായ മസാലയിലേക്ക് കടക്കുകയല്ല. പല സ്ഥലത്തും ഇന്നിപ്പോ നടന്നു പോരുന്നത് അങ്ങനെയാണ്. അപ്പൊ സക്കാത്ത് നിങ്ങള് നൽകപ്പെടുമ്പോൾ അതിന്റെ അർഹത മനസ്സിലാക്കി കൊണ്ടിട്ട് ഓരോ രാജ്യത്തുള്ളവരും ആ രാജ്യത്തുള്ള അതിന്റെ അർഹർക്ക് അവർക്ക് പരമാവധി എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം കൊടുക്കുക. ഇങ്ങനെ ഇപ്പൊ സക്കാത്ത് കൊടുക്കാൻ തന്നെ നാട്ടിലേക്കൊക്കെ കൊടുക്കുമ്പോൾ 500 റുപ്യയായി. ചിലര് 500 കൊടുക്കും, ചിലര് 100 കൊടുക്കും, ചിലര് പിന്നെ 50 കൊടുക്കും. ഇങ്ങനെ വന്ന് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഓരോരുത്തരെയും സംഗതിയിൽ നാട്ടിലുള്ള ആളുകളെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയിട്ട് അർഹതപ്പെട്ടവർക്ക് അവർക്കുള്ളതായ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അത് മുഴുവൻ അകറ്റാൻ പറ്റിയ നിലക്കുള്ള സംഖ്യ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് കൊടുക്കാം. അതാ പറഞ്ഞത്. അപ്പൊ ആ നിലക്ക് അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല സ്ഥലത്ത് വെച്ചിട്ടും അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നന്നായി നടത്തിയിട്ടുണ്ട്. ഇനിയും അത് നടത്തും. അതിലൊക്കെ പങ്കെടുത്തു കൊണ്ടിട്ട് അതിന്റെ കാര്യങ്ങൾ കഴിവുള്ള ആളുകളൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ മുതലുണ്ടാക്കാൻ പഠിച്ചവർക്ക് അത് സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അത് കൊടുക്കേണ്ടടുത്തൊക്കെ നിങ്ങൾ ആ മട്ടത്തിൽ നിങ്ങൾ കൊടുക്കണം. അത് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കണം. അത് കൊടുക്കേണ്ട സ്വഭാവത്തിലാവണം. അർഹർക്ക് അത് ലഭിക്കപ്പെടണം. അത് കൊടുക്കേണ്ട ബൗണ്ടറി ഉണ്ട്, അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ എവിടെയും കൊണ്ടുപോയി കൊടുക്കുകയല്ല വേണ്ടത്. അപ്പൊ അതൊക്കെ അവിടെ ഇല്ലെങ്കിൽ പിന്നെ വേറെ ഇനി വകുപ്പുകളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ആളുകളൊന്നും ഇല്ലാതെ നിൽക്കുക. എന്നാൽ പിന്നെ എന്ത് ചെയ്യേണ്ടത്? അതിനൊക്കെ മാർഗങ്ങളുണ്ട്. അപ്പൊ ആ നിലക്ക് ആ വിഷയങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി അത് ആ നിലക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എന്നും ഇവിടെ ഉള്ളതായ കഴിവുള്ള എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم بارك في هذا المجلس. اللهم بارك في هؤلاء الخريجين. اللهم بارك في دعوتهم. اللهم بارك في علمهم. اللهم بارك في جميع خدمتهم.